ഒരു 5 സെക്കൻഡ് കണ്ണടച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്കൊന്ന് നോക്കൂ. നിങ്ങൾക്കൊട്ടും സന്തോഷം തരാത്ത, എന്നാൽ മാനസികമായി തകർക്കുന്ന ഒരു റിലേഷൻഷിപ്പ്. തുടങ്ങിക്കഴിഞ്ഞപ്പോൾ കരിയർ നശിപ്പിക്കുമെന്ന് മനസ്സിലായിട്ടും പകുതിക്ക് വെച്ച് നിർത്താൻ തോന്നാത്ത ഒരു കോഴ്സ് അല്ലെങ്കിൽ ജോലി. അല്ലെങ്കിൽ ഓരോ ദിവസവും നിങ്ങളെ കടക്കണിയിലേക്ക് തള്ളിയിട്ടിട്ടും ഇനി ശരിയാകും എന്ന് കരുതി വീണ്ടും പണമിറക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്. ഇവയിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾ ഇന്നും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ? നിങ്ങൾക്ക് നന്നായി അറിയാം, ഇതിൽ നിന്ന് പുറത്തു കടക്കുന്നതാണ് നിങ്ങളുടെ ഭാവിക്കും സമാധാനത്തിനും നല്ലതെന്ന്. നിങ്ങളുടെ യുക്തിയും ബുദ്ധിയും അത് പറയുന്നുണ്ട്, പക്ഷേ മനസ്സനുവദിക്കുന്നില്ല. ഉള്ളിൽ നിന്ന് ഏതോ ഒരു അദൃശ്യ ശക്തി നിങ്ങളെ പിന്നോട്ട് വലിക്കുകയാണ്. വേണ്ട, ഇത്രയും കാലം പിടിച്ചു നിന്നതല്ലേ, കുറച്ചുകൂടി നോക്കാം എന്നത് നിങ്ങളുടെ കാതുകളിൽ മന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്? നമ്മൾ വിഡ്ഢികളായതുകൊണ്ടാണോ? അതോ നമ്മുടെ മനസ്സിന് ധൈര്യമില്ലാത്തതുകൊണ്ടാണോ? അല്ല, ശാസ്ത്രം പറയുന്നത് നിങ്ങൾ ബലഹീനനല്ല, മറിച്ച് നിങ്ങളുടെ സ്വന്തം തലച്ചോർ നിങ്ങളെ വളരെ തന്ത്രപരമായി ചതിക്കുകയാണ് എന്നാണ്. സൈക്കോളജിയിൽ ഇതിനൊരു പേരുണ്ട്, സങ്ക് കോസ്റ്റ് ഫാലസി. ഈ അടുത്ത 30 മിനിറ്റിൽ നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന, നിങ്ങളുടെ പണവും സമാധാനവും കവർന്നെടുക്കുന്ന ഏറ്റവും വലിയൊരു മൈൻഡ് ട്രാപ്പിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഈ വീഡിയോ അവസാനിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തു കഴിഞ്ഞ ഏറ്റവും വലിയ തെറ്റുകളിൽ ഒന്ന് നിങ്ങൾ സ്വയം തിരിച്ചറിയും. അത് തിരുത്താനുള്ള വഴിയും നിങ്ങൾ കണ്ടെത്തും. നമുക്ക് ചരിത്രത്തിലെ വളരെ പ്രശസ്തമായ ഒരു കഥയിൽ നിന്ന് തുടങ്ങാം. ബിസിനസ് ലോകത്തും സൈക്കോളജിയിലും ഇതിനെ കോൺകോർഡ് എഫക്റ്റ് എന്ന് വിളിക്കാറുണ്ട്. 1960കളിൽ ബ്രിട്ടനും ഫ്രാൻസും ചേർന്നൊരു സ്വപ്ന പദ്ധതിക്ക് തുടക്കമിട്ടു. ശബ്ദത്തേക്കാൾ വേഗത്തിൽ പറക്കുന്ന ഒരു അത്ഭുത യുദ്ധവിമാനം നിർമ്മിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. കോൺകോർഡ് എന്നായിരുന്നു അതിൻ്റെ പേര്. പ്രൊജക്റ്റ് തുടങ്ങി കുറച്ചു വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ഇരു രാജ്യങ്ങളിലെയും ശാസ്ത്രജ്ഞർക്കും സാമ്പത്തിക വിദഗ്ധർക്കും ഒരു കാര്യം മനസ്സിലായി. ഈ വിമാനം ലാഭകരമാകില്ല. ഇതിൻ്റെ നിർമ്മാണ ചെലവും ഇന്ധനച്ചെലവും വിചാരിച്ചതിലും വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ടിക്കറ്റ് നിരക്ക് സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റില്ല. ചുരുക്കം പറഞ്ഞാൽ ഇതൊരു വൻ പരാജയമായിരിക്കും എന്ന് അവർക്ക് തുടക്കത്തിലെ ബോധ്യപ്പെട്ടു. സാധാരണ യുക്തി അനുസരിച്ച് അവർ എന്താണ് ചെയ്യേണ്ടിയിരുന്നത്? പ്രൊജക്റ്റ് അവിടെ വെച്ച് നിർത്തണമായിരുന്നു, അല്ലേ? പക്ഷേ അവർ അത് ചെയ്തില്ല. അവർ വീണ്ടും കോടിക്കണക്കിന് രൂപ ആ പ്രൊജക്റ്റിലേക്ക് ഒഴുക്കിക്കൊണ്ടിരുന്നു. എന്തുകൊണ്ട്? അവർ പറഞ്ഞ ന്യായം ഇതായിരുന്നു: നമ്മൾ ഇതിനകം തന്നെ കോടിക്കണക്കിന് രൂപയും വർഷങ്ങളുടെ അധ്വാനവും ഇതിൽ നിക്ഷേപിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഇത് നിർത്തിയാൽ ആ പണവും നമ്മുടെ അഭിമാനവും മണ്ണടിയും. അവസാനം എന്തുണ്ടായി? വർഷങ്ങൾക്ക് ശേഷം ഈ വിമാനം സർവീസ് തുടങ്ങിയെങ്കിലും വൻ സാമ്പത്തിക ബാധ്യതയായി മാറി. ഒടുവിൽ 2003 കനത്ത നഷ്ടത്തോടെ കോൺകോർഡ് വിമാനങ്ങൾ എന്നേക്കുമായി സർവീസ് നിർത്തിവെച്ചു. തങ്ങൾ ചെയ്യുന്നത് വലിയൊരു നഷ്ടമാണെന്ന് കൃത്യമായി അറിഞ്ഞിട്ടും മുമ്പ് മുടക്കിയ പണത്തെ ഓർത്ത് വീണ്ടും വീണ്ടും നഷ്ടത്തിലേക്ക് പോകുന്ന അവസ്ഥ. ഇതാണ് ബിസിനസ് ലോകത്തെ സങ്ക് കോസ്റ്റ് ഫാലസി. ഇനി നമുക്ക് നമ്മുടെ സാധാരണ ജീവിതത്തിലേക്ക് വരാം. നിങ്ങളുടെ ചുറ്റുമുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ജീവിതത്തിലെ ചില ഉദാഹരണങ്ങൾ നോക്കാം. അരുൺ, രാഹുൽ എന്നിങ്ങനെ 2 സുഹൃത്തുക്കൾ ഉണ്ടെന്ന് വിചാരിക്കുക. 2 പേരും ഒരേ സമയത്ത് ഒരേപോലെയുള്ള 2 ബിസിനസ്സുകൾ ഒരേ തുക മുടക്കി തുടങ്ങി. 2 പേരും 5 ലക്ഷം രൂപ വീതമാണ് ഇൻവെസ്റ്റ് ചെയ്തത്. ആദ്യത്തെ വർഷം 2 പേർക്കും വലിയ നഷ്ടം വന്നു. രാഹുൽ തൻ്റെ ബിസിനസ് കൃത്യമായി വിശകലനം ചെയ്തു. ഈ മാർക്കറ്റിൽ ഇനി സാധ്യത കുറവാണെന്നും താൻ തിരഞ്ഞെടുത്ത വഴി തെറ്റാണെന്നും അവൻ തിരിച്ചറിഞ്ഞു. അവൻ ആ 5 ലക്ഷത്തിൻ്റെ നഷ്ടം അവിടെ വെച്ച് അംഗീകരിച്ചു. ബിസിനസ് പൂട്ടി. ബാക്കി വന്ന പണവും സമയവും കൊണ്ട് അവൻ പുതിയൊരു മേഖലയിലേക്ക് തിരിഞ്ഞു. എന്നാൽ അരുൺ ചിന്തിച്ചത് മറ്റൊന്നാണ്. ഞാൻ ഇതിൽ 5 ലക്ഷം രൂപ മുടക്കിയതാണ്. എൻ്റെ ഒരു വർഷത്തെ കഠിനാധ്വാനമുണ്ട്. ഇപ്പോൾ നിർത്തിയാൽ ആ 5 ലക്ഷം വെറുതെയാകും. നാട്ടുകാർ എന്തു പറയും? അതുകൊണ്ട് 1 ലക്ഷം കൂടി കടം വാങ്ങി നമുക്ക് നോക്കാം. 2ാം വർഷവും നഷ്ടം തുടർന്നു. അരുൺ വീണ്ടും ചിന്തിച്ചു. ഇപ്പോൾ ആകെ 7 ലക്ഷമായി. ഇനി നിർത്തിയാൽ 7 ലക്ഷം പോകും. കുറച്ചുകൂടി നോക്കാം. അങ്ങനെ 3ാം വർഷവും 4ാം വർഷവും കടന്നുപോയി. അരുൺ വീണ്ടും വീണ്ടും പണം കടം വാങ്ങി ആ നഷ്ടക്കച്ചവടത്തിലേക്ക് ഇട്ടുകൊണ്ടിരുന്നു. ഒടുവിൽ 5ാം വർഷം താങ്ങാൻ കഴിയാത്ത കടബാധ്യത വന്നപ്പോൾ അരുണിന് കട പൂട്ടേണ്ടി വന്നു.
അപ്പോഴേക്കും അവൻ്റെ ആകെ നഷ്ടം 18 ലക്ഷം രൂപയായിരുന്നു. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആദ്യ വർഷം തന്നെ ബിസിനസ് നിർത്തിയിരുന്നെങ്കിൽ അരുണിന് നഷ്ടം വെറും 5 ലക്ഷം മാത്രമായിരുന്നു. ബാക്കി 13 ലക്ഷം രൂപയും അവൻ്റെ 4 വർഷത്തെ വിലപ്പെട്ട സമയവും അവന് ലാഭിക്കാമായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് അരുൺ നിർത്താതിരുന്നത്? അവിടെയാണ് സങ്ക് കോസ്റ്റ് വരുന്നത്. സങ്ക് കോസ്റ്റ് എന്നാൽ മുങ്ങിപ്പോയ ചിലവ് എന്നാണ് അർത്ഥം. അതായത് നിങ്ങൾക്കൊരിക്കലും തിരികെ കിട്ടാത്ത പണം, സമയം, അധ്വാനം, നിങ്ങളുടെ വികാരങ്ങൾ എന്നിവ. അരുൺ തൻ്റെ ഭാവി ലാഭനഷ്ടങ്ങളെക്കുറിച്ചല്ല ചിന്തിച്ചത്, മറിച്ച് ഭൂതകാലത്തെ തനിക്ക് നഷ്ടപ്പെട്ട 5 ലക്ഷത്തെ കുറിച്ചാണ് ചിന്തിച്ചത്. ആ ഭൂതകാലത്തിലെ നഷ്ടം അവനെ ഭാവിയിൽ വലിയൊരു തെറ്റായ തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചു. ഇതാണ് ഫാലസി അഥവാ തെറ്റായ ചിന്താഗതി. ഇനി നമുക്ക് പണത്തെക്കാളും ബിസിനസ്സിനേക്കാളും നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു മേഖലയിലേക്ക് വരാം, നമ്മുടെ റിലേഷൻഷിപ്പുകൾ. സങ്ക് കോസ്റ്റ് ഫാലസി ഏറ്റവും മാരകമായി ബാധിക്കുന്നത് ഇവിടെയാണ്. ഒരു ഉദാഹരണം പറയാം. അഞ്ജലി കഴിഞ്ഞ 5 വർഷമായി ഒരാളുമായി പ്രണയത്തിലാണ്. എന്നാൽ കഴിഞ്ഞ 2 വർഷമായി ആ റിലേഷൻഷിപ്പിൽ യാതൊരുവിധ സമാധാനവുമില്ല, പരസ്പരം ബഹുമാനമില്ല, വിശ്വാസമില്ല, എപ്പോഴും വഴക്കും മാനസിക പീഡനങ്ങളും മാത്രം. അവൾക്ക് നന്നായി അറിയാം ഇയാൾക്കൊപ്പം ജീവിച്ചാൽ തൻ്റെ ഭാവി നരകതുല്യമാകുമെന്ന്. പക്ഷെ ആ ബന്ധം അവസാനിപ്പിച്ച് പുറത്തു വരാൻ അവൾക്ക് സാധിക്കുന്നില്ല. എന്താണ് അവൾ സ്വയം പറയുന്ന കാരണം? ഞങ്ങൾ 5 വർഷമായി ഒരുമിച്ചുള്ളതാണ്. എൻ്റെ കോളേജ് കാലം മുഴുവൻ ഞാൻ അയാൾക്ക് വേണ്ടിയാണ് മാറ്റിവെച്ചത്. എത്രയോ ഓർമ്മകളുണ്ട്. ഇപ്പോൾ പെട്ടെന്നൊരു ദിവസം കൊണ്ട് ഇത് വേണ്ടെന്ന് വെച്ചാൽ ആ 5 വർഷം വെറുതെയാകില്ലേ? നിങ്ങൾ ഈ ചിന്താഗതി ശ്രദ്ധിച്ചോ? കഴിഞ്ഞുപോയ 5 വർഷത്തെ ഓർത്ത് വരാൻ പോകുന്ന 50 വർഷത്തെ ജീവിതം കൂടിയാണ് അവൾ ആ നരകത്തിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നത്. ഇതാണ് റിലേഷൻഷിപ്പുകളിലെ സങ്ക് കോസ്റ്റ് ഫാലസി. ഇവിടെ ആളുകൾ ചിന്തിക്കുന്നത് ഞാൻ ഇതിനകം ഈ വ്യക്തിക്ക് വേണ്ടി ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തു കഴിഞ്ഞുവെന്നാണ്. ആ ഇൻവെസ്റ്റ്മെൻറ്റ് പണമല്ല, മറിച്ച് നിങ്ങളുടെ സമയമാണ്, നിങ്ങളുടെ വികാരങ്ങളാണ്, നിങ്ങളുടെ യുവത്വമാണ്. ഒരു കാര്യം ഓർക്കുക, നിങ്ങൾ ആ ബന്ധത്തിൽ തുടർന്നാലും ഇല്ലെങ്കിലും ആ കഴിഞ്ഞുപോയ 5 വർഷം നിങ്ങൾക്ക് ഒരിക്കലും തിരികെ കിട്ടാൻ പോകുന്നില്ല. ആ സങ്ക് ആയിക്കഴിഞ്ഞു, അത് മുങ്ങിപ്പോയി. എന്നാൽ ഇനിയും അവിടെ തന്നെ തുടർന്നാൽ വരാനിരിക്കുന്ന 5 വർഷം കൂടി നിങ്ങൾക്ക് നഷ്ടപ്പെടും. പല ടോക്സിക് വിവാഹ ബന്ധങ്ങളും സൗഹൃദങ്ങളും വർഷങ്ങളോളം നീണ്ടുപോകുന്നത് സ്നേഹമുള്ളതുകൊണ്ടല്ല, മറിച്ച് ഇത്രയും കാലമായില്ലേ എന്ന ഈ ഒരൊറ്റ ചിന്താക്കുഴപ്പം കൊണ്ടാണ്. ബിസിനസ്സും റിലേഷൻഷിപ്പും വലിയ കാര്യങ്ങളാണെങ്കിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ അറിയാതെ വീഴുന്ന ചില കൊച്ചു കൊച്ചു സങ്ക് കോസ്റ്റ് കെണികൾ ഞാൻ പറഞ്ഞു തരാം. നിങ്ങളിതിൽ ഏതിലൊക്കെ വീണിട്ടുണ്ടെന്ന് സ്വയം ചിന്തിക്കുക. 1. ബോറായ സിനിമകൾ മുഴുവൻ കാണുക. നിങ്ങൾ തിയേറ്ററിൽ 200 രൂപ കൊടുത്ത് ഒരു സിനിമയ്ക്ക് കയറുന്നു. ആദ്യത്തെ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ സിനിമ ഭയങ്കര ബോറാണെന്ന് മനസ്സിലായി. തലവേദന എടുക്കുന്നു. എങ്കിലും നിങ്ങൾ എഴുന്നേറ്റ് പോകാതെ 3 മണിക്കൂർ അവിടെ തന്നെ ഇരിക്കുന്നു. കാരണം 200 രൂപ കൊടുത്തതല്ലേ, കാശു വെറുതെ ആക്കണ്ട. ഇവിടെ പണം എങ്ങനെയായാലും പോയി. പക്ഷേ ആ പണത്തെ ഓർത്ത് നിങ്ങൾ നിങ്ങളുടെ വിലപ്പെട്ട 3 മണിക്കൂറും നിങ്ങളുടെ മനസ്സമാധാനവും കൂടി നഷ്ടപ്പെടുത്തി. 2. ഉപയോഗിക്കാത്ത ഓൺലൈൻ കോഴ്സുകൾ. വലിയ തുക കൊടുത്ത് ഒരു ഓൺലൈൻ കോഴ്സ് അല്ലെങ്കിൽ ജിം മെമ്പർഷിപ്പ് എടുക്കുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ താല്പര്യം പോയി. എങ്കിലും കാശടച്ചതല്ലേ എന്ന് കരുതി താല്പര്യമില്ലാതെ അത് തുടരാൻ ശ്രമിക്കുകയും മാനസികമായി സ്ട്രെസ് അനുഭവിക്കുകയും ചെയ്യുക. 3. പഴയ ഫോണും റിപ്പയറിങ്ങും. ഒരു പഴയ ഫോൺ ഇടയ്ക്കിടെ കേടാകും. നിങ്ങൾ 3000 രൂപ കൊടുത്തതും നന്നാക്കി, അടുത്ത മാസം അത് വീണ്ടും കേടായി. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, കഴിഞ്ഞ മാസം 3000 മുടക്കിയതല്ലേ, ഇനിയിപ്പം മാറ്റിയാൽ ആ കാശ് നഷ്ടമാകും. അങ്ങനെ വീണ്ടും 2000 രൂപ കൊടുത്ത് നന്നാക്കും. ഫലമോ, പുതിയൊരു ഫോൺ വാങ്ങാനുള്ള പണം നിങ്ങൾ റിപ്പയറിങ്ങിനായി കളഞ്ഞു കുളിക്കുന്നു. 4. ഭക്ഷണം അമിതമായി കഴിക്കുന്നത്. ഹോട്ടലിൽ പോയി പണം കൊടുത്ത് ഫുഡ് ഓർഡർ ചെയ്യുന്നു. വയറ് നിറഞ്ഞു. ഇനി കഴിച്ചാൽ വയറിന് അസുഖം വരും. എങ്കിലും പ്ലേറ്റിലുള്ളത് മുഴുവൻ കഴിച്ചു തീർക്കുന്നു. കാരണം പണം കൊടുത്തതല്ലേ, കളയാൻ പാടില്ല. പണം നഷ്ടപ്പെടുത്താതിരിക്കാൻ സ്വന്തം ആരോഗ്യം നമ്മൾ പണയം വെക്കുന്നു. ഈ എല്ലാ ഉദാഹരണങ്ങളിലുമുള്ള ആ കോമൺ വാചകം ഇതാണ്: ഇത്രയും ആയില്ലേ, അല്ലെങ്കിൽ ഇത്രയും കൊടുത്തു. എന്തുകൊണ്ടാണ് ബുദ്ധിമാന്മാരായ മനുഷ്യർ പോലും ഇത്രയും യുക്തിയില്ലാത്ത തീരുമാനങ്ങൾ എടുക്കുന്നത്? നമ്മുടെ തലച്ചോറിന് എവിടെയാണ് തെറ്റുപറ്റുന്നത്? ഇതിന് പിന്നിൽ 2 പ്രധാന മനഃശാസ്ത്രപരമായ കാരണങ്ങളുണ്ട്. 1. ലോസ് അവേർഷൻ, നഷ്ടത്തോടുള്ള ഭയം. സൈക്കോളജിയിൽ വളരെ പ്രശസ്തമായ ഒരു തത്വമുണ്ട്. മനുഷ്യർക്കൊരു ലാഭം കിട്ടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷത്തേക്കാൾ ഇരട്ടി വേദനയായിരിക്കും ഒരു നഷ്ടമുണ്ടാകുമ്പോൾ അനുഭവിക്കുക. ഉദാഹരണത്തിന്,
നിങ്ങൾക്ക് വഴിയിൽ നിന്ന് 1000 രൂപ കിട്ടിയാൽ ഉണ്ടാകുന്ന സന്തോഷത്തേക്കാൾ എത്രയോ കൂടുതലായിരിക്കും നിങ്ങളുടെ കയ്യിൽ നിന്ന് 1000 രൂപ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വിഷമം. അതുകൊണ്ട് തന്നെ ഒരു നഷ്ടം അല്ലെങ്കിൽ പരാജയം അംഗീകരിക്കാൻ നമ്മുടെ തലച്ചോറിന് വലിയ മടിയാണ്. ആ പരാജയത്തെ മറച്ചുവെക്കാൻ വേണ്ടി തലച്ചോറ് വീണ്ടും വീണ്ടും തെറ്റായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ടേയിരിക്കും. 2. കോഗ്നിറ്റീവ് ഡിസോണൻസ്, മാനസിക വൈരുദ്ധ്യം. ഞാനൊരു തെറ്റായ തീരുമാനമാണ് എടുത്തത് എന്ന് സ്വയം സമ്മതിക്കാൻ നമ്മുടെ ഈഗോ അനുവദിക്കില്ല. ഞാൻ തിരഞ്ഞെടുത്ത ആൾ മോശക്കാരനാണ് അല്ലെങ്കിൽ ഞാൻ തുടങ്ങിയ ബിസിനസ് പരാജയമാണ് എന്ന് സമ്മതിക്കുന്നത് നമ്മുടെ ആത്മവിശ്വാസത്തെ ബാധിക്കും. അതുകൊണ്ട് നമ്മൾ നമ്മളെ തന്നെ ന്യായീകരിക്കാൻ തുടങ്ങും. ഇല്ല, കുറച്ചുകൂടി കഴിഞ്ഞാലെല്ലാം ശരിയാകും. നമ്മുടെ തലച്ചോറ് നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്ന ഈ 2 കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മളെ വലിയൊരു കുഴിയിലേക്ക് തള്ളിയിടുന്നത്. അപ്പോൾ ഇതിനൊരു പരിഹാരമില്ലേ? ഈ കെണിയിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം? നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഇത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ പ്രയോഗിക്കാൻ പറ്റുന്ന 3 ലളിതമായ വഴികൾ ഞാൻ പറഞ്ഞു തരാം. 1. ഫ്യൂച്ചർ ഫോക്കസ്. ഭാവിയെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. ഒരു തീരുമാനമെടുക്കുമ്പോൾ ഞാൻ ഇതിനകം എന്ത് നഷ്ടപ്പെടുത്തി എന്നല്ല ചിന്തിക്കേണ്ടത്. മറിച്ച് ഇവിടുന്ന് മുന്നോട്ട് ഞാൻ എടുക്കുന്ന തീരുമാനം എനിക്ക് ലാഭമാണോ നഷ്ടമാണോ വരുത്തുക എന്ന് മാത്രം ചിന്തിക്കുക. കഴിഞ്ഞുപോയത് കഴിഞ്ഞു, അത് തിരികെ കിട്ടില്ല. ഭാവി മാത്രമാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. 2. മൂന്നാമതൊരു വ്യക്തിയുടെ കാഴ്ചപ്പാട്. തേർഡ് പേഴ്സൺ പേഴ്സ്പെക്റ്റീവ്. നിങ്ങൾ വലിയൊരു ആശയക്കുഴപ്പത്തിൽ നിൽക്കുമ്പോൾ സ്വയം ഈ ചോദ്യം ചോദിക്കുക: എൻ്റെ സ്ഥാനത്ത് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഇതേ പ്രശ്നത്തിൽ നിൽക്കുന്നതെങ്കിൽ ഞാൻ അവന് എന്ത് ഉപദേശമായിരിക്കും നൽകുക? പലപ്പോഴും നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഉപദേശങ്ങളിൽ സങ്ക് കോസ്റ്റ് ഫാലസി ഉണ്ടാകാറില്ല. കാരണം അവിടെ വികാരങ്ങളില്ല, യുക്തി മാത്രമേ ഉള്ളൂ. 3. നഷ്ടപരിധി നിശ്ചയിക്കുക. സെറ്റ് എ സ്റ്റോപ്പ് ലോസ്. ഒരു ബിസിനസ്സോ പ്രൊജക്റ്റോ തുടങ്ങുമ്പോൾ തന്നെ ഒരു പരിധി നിശ്ചയിക്കുക. ഇത്ര രൂപയിൽ കൂടുതൽ നഷ്ടം വന്നാൽ അല്ലെങ്കിൽ ഇത്ര സമയത്തിനുള്ളിൽ മാറ്റമുണ്ടായില്ലെങ്കിൽ ഞാനിത് നിർത്തുമെന്ന് മുൻകൂട്ടി തീരുമാനിക്കുക. വികാരങ്ങൾക്ക് അവിടെ സ്ഥാനം നൽകരുത്. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ ഉടനെ ശാന്തമായ ഒരിടത്തിരുന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കുക. എന്നിട്ട് സ്വയം ഈ ഒരു ചോദ്യം ചോദിക്കുക: ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാര്യം, അത് ജോലിയാകാം, റിലേഷൻഷിപ്പാകാം, ഞാൻ ഇന്നും തുടരുന്നത് അതെനിക്ക് അത്രമേൽ പ്രിയപ്പെട്ടത് കൊണ്ടാണോ? അതോ ഇതിനകം ഞാൻ അതിനായി കളഞ്ഞു തൂകിയ സമയവും പണവും ഓർത്ത് മാത്രമാണോ? ഈ ചോദ്യത്തിന് നിങ്ങളുടെ മനസ്സ് തരുന്ന ഉത്തരം സത്യസന്ധമാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ജീവിതം തന്നെ മാറി മറിഞ്ഞേക്കാം. മുങ്ങിപ്പോയ കപ്പലിൽ തന്നെ പിടിച്ചിരുന്ന് ജീവൻ കളയണോ, അതോ സമയമുള്ളപ്പോൾ തന്നെ കരയിലേക്ക് നീന്തണോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ഇത്തരം ആഴത്തിലുള്ള സൈക്കോളജി ലൈഫ് ലെസൺസ് വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സൈൻ ഇൻസൈറ്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായി രേഖപ്പെടുത്തുമല്ലോ. മറ്റൊരു മികച്ച വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.